ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഹരിത. ആയിരം മീഡിയ മിനിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ബലിയിൽ സുവിശേഷ വായന സമയത്ത് പുരോഹിതൻ സുവിശേഷം വായിക്കുന്നതിന് മുൻപ് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന്, മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് എന്നുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നതോടെ നാം എല്ലാവരും കുരിശു വരയ്ക്കാറുണ്ട്. എന്തിനാണ് നമ്മൾ കുരിശു വരച്ചത്? ആ കുരിശുവരയുടെ അർത്ഥം എന്താണ്? പഴയ കാലഘട്ടത്തിലൊക്കെ വിശുദ്ധീകരണത്തിന്റെ അടയാളമായി എന്നൊക്കെ പറയാറുണ്ട്. എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുരിശു വരയ്ക്കുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല. 3 കുരിശുകളാണ് നമ്മൾ വരയ്ക്കുന്നത്. ഒന്ന് നെറ്റിത്തടത്തിൽ, രണ്ടാമത്തേത് അധരത്തിൽ, മൂന്നാമത്തേത് ഹൃദയത്തിൽ. നെറ്റിയിൽ നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ എന്റെ ചിന്തകളെ വിശുദ്ധീകരിച്ചുകൊണ്ട് ഞാൻ കേൾക്കുന്ന വചനം, അതിന്റെ വ്യാഖ്യാനം എന്റെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ നെറ്റിത്തടത്തിൽ കുരിശു വരയ്ക്കുന്നത്. അധരത്തിൽ കുരിശു വരയ്ക്കുന്നത് ഞാൻ കേൾക്കുന്ന വചനവും അതിന്റെ വ്യാഖ്യാനവും എന്റെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, അതായത് എന്റെ അധരങ്ങളിലൂടെ ആ വചനം പ്രഘോഷിക്കാൻ എനിക്ക് സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അത്തരത്തിൽ കുരിശു വരയ്ക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ഹൃദയത്തിൽ നമ്മൾ കുരിശു വരയ്ക്കുന്നത് ഞാൻ കേൾക്കുന്ന വചനവും അതിന്റെ വ്യാഖ്യാനവും എന്റെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കാൻ, അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ നിലനിന്നുകൊണ്ട് അത് എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിൽ കുരിശു വരയ്ക്കുന്നത്. അപ്പോൾ 3 കുരിശുവരകൾ നമ്മൾ വരയ്ക്കാറുണ്ട്. എന്റെ ചിന്തയെ അനുഗ്രഹിക്കണമേ, എന്റെ ചിന്തയിലേക്ക് നിന്റെ വചനം എപ്പോഴും ഉണ്ടായിരിക്കണമേ, എന്റെ അധരത്തിൽ നിന്റെ വചനം ഉണ്ടായിരുന്നു കൊണ്ട് അത് പ്രഘോഷിക്കാൻ എനിക്ക് സാധിക്കണം. മൂന്നാമത് ഹൃദയത്തിൽ നിന്റെ വചനം നിറഞ്ഞുകൊണ്ട് അത് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇതാണ് ആ കുരിശുവരയിലൂടെ അർത്ഥമാക്കിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും അതിന്റെ വ്യാഖ്യാനം കേൾക്കുമ്പോഴും അത് ജീവിക്കുവാനും നമ്മൾ ബാധ്യസ്ഥരാണ്. മറ്റൊരറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.